അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ദേവനും തമ്മിൽ മത്സരം നടക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനും തമ്മിൽ മത്സരം നടക്കും. ഞാൻ ട്രഷറർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശക്തമായൊരു മത്സരം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മത്സരം നന്നാവും, ആരോഗ്യപരമായൊരു മത്സരമായിരിക്കും. ആ മത്സരത്തിൽ കൂടെ അമ്മയുടെ സമ്പത്ത് ഒരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കാത്തു സൂക്ഷിച്ച് അത് എത്തേണ്ടവരിൽ തന്നെ കൃത്യമായി എത്തിക്കാനുള്ള എല്ലാവിധ ശ്രമവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. തികച്ചും ആരോഗ്യപരവും സൗഹൃദപരവുമായിട്ടുള്ളൊരു മത്സരം തന്നെയാണ് വിചാരിക്കുന്നത്. ഈ മത്സരം കഴിഞ്ഞാലും ജയിച്ചാലും തോറ്റാലും ഒക്കെ ഞങ്ങൾ എല്ലാവരും തമ്മിലുള്ള സൗഹൃദം തന്നെ ഉണ്ടാവും. ഈ പുറത്ത് കാണുന്ന അല്ലെങ്കിൽ പുറത്ത് സാധാരണ പ്രേക്ഷകർ വിചാരിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ ഉള്ളിലില്ല. ആകെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 506 അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സംഘടനയാണ് ഞങ്ങളുടേത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഇതിലുള്ള അംഗങ്ങളെല്ലാവരും കുറച്ച് കൂടുതൽ പ്രശസ്തരായതുകൊണ്ട് ഇതിന് ഒരുപാട് മീഡിയ അറ്റൻഷനും കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. നമ്മളിത് എല്ലാം സുഹൃത്തുക്കളാണെന്ന്, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ക്ലാഷ് തന്നെ ഇല്ല. ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. ജയിക്കുന്നവർ ജയിക്കട്ടെ. അതിന് പ്രാപ്തിയുള്ളവരും അതിന് കഴിവുള്ളവരും അമ്മയ്ക്ക് വേണ്ടിയും അമ്മയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹവും മനസ്സും ഒക്കെ ഉള്ളവർ ജയിക്കട്ടെ. സിജോ വർഗീസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. സിജോ, മത്സര ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് നിലവിൽ മത്സരരംഗത്തുള്ളത്? നിലവിൽ 11-അംഗ കമ്മിറ്റിയിൽ 5 വനിതകൾ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി ചിത്രങ്ങളെല്ലാം തന്നെ തെളിഞ്ഞിരിക്കുന്നു. അതായത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ഒപ്പം തന്നെ ദേവനുമായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാവുക. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് പത്രിക പിൻവലിച്ചതോടുകൂടി നിലവിൽ കുക്കു പരമേശ്വരനും രവീന്ദ്രനുമായിരിക്കും മത്സരരംഗത്തുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, നാസർ ലത്തീഫ്, ലക്ഷ്മി പ്രിയ എന്നിവർ ഉണ്ടാകും. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാൽ, അനൂപ്, ചന്ദ്രൻ തുടങ്ങിയവരും ഉണ്ടാകുമെന്നുള്ള ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നീന കുറുപ്പ്, സരിയു, അഞ്ജലി നായർ, ആശാ രവിന്ദ്, സജിത ബെട്ടി, കൈലാഷ് വിനുമോഹൻ, ജോയ് മാത്യു, സന്തോഷ് കീഴാറ്റൂർ, ടിനി ടോം ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും പൊതുവെ ഏറ്റവും കൂടുതൽ, അതായത് അമ്മയുടെ സംഘടനാ ചരിത്രത്തിൽ ഏറ്റവും അധികം പത്രിക സമർപ്പിക്കപ്പെട്ടതും അതുപോലെ തന്നെ പത്രിക പിൻവലിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇത് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾ, അതിനെ തുടർന്നുണ്ടായ വിമർശനങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ കാരണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. മറ്റൊരു കാര്യം, പ്രധാനമായും അമ്മയുടെ തലപ്പത്തേക്ക് അമരത്തേക്ക് വനിതകൾ വരണമെന്നുള്ളൊരു പൊതുവികാരം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മോഹൻലാൽ അടക്കമുള്ളവർ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ തവണ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നൊരു പ്രഖ്യാപനം വന്നു. പിന്നീട് ജഗദീഷിന്റെ പേരടക്കം ഉയർന്നു വരികയും ചെയ്തു. പക്ഷേ ആ സമയത്തൊക്കെ വനിതകൾക്ക് മുൻതൂക്കം നൽകട്ടെ എന്നൊരു നിലപാടിൽ ജഗദീഷ് അടക്കം പിന്മാറുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പൊതുവികാരം ഉണ്ടായത്. അങ്ങനെ ഒരു പൊതുവികാരം ഉയർന്നാൽ അത് ഉണ്ടായി. അതോടൊപ്പം തന്നെ വനിതകൾ വന്നാൽ ആ വനിതകൾ വരുന്നത് അമ്മയുടെ സംഘടനാ ചരിത്രത്തിൽ തന്നെ ഒരു ചരിത്രമായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായത്. അത്തരത്തിലൊരു വിലയിരുത്തൽ വന്നതിനെ തുടർന്നാണ് നിലവിൽ ഇങ്ങനൊരു നിലപാടുകളിലേക്കൊക്കെ വന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ ബാബുരാജ് പിന്മാറിയിരുന്നു. അതിന് പിന്നാലെ തന്നെ വളരെ വികാരപരമായിട്ടാണോ അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്? വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ബാബുരാജ് ഉന്നയിച്ചത്. അതായത് അമ്മയുടെ പ്രവർത്തനത്തിൽ നിന്ന് എക്കാലത്തേക്കും വിട്ടുനിൽക്കുന്നു, അതായത് ഈ മത്സരരംഗത്ത് നിന്ന് മാത്രമല്ല അമ്മയുടെ സംഘടനയിൽ നിന്ന് എക്കാലത്തേക്കും വിട്ടുനിൽക്കുന്നു എന്ന രീതിയിലുള്ളൊരു വൈകാരിക പ്രകടനമാണ് ബാബുരാജ് നടത്തിയത്. അതായത് വിഴുപ്പലക്കാൻ താല്പര്യമില്ല എന്ന് ആമുഖത്തോടു കൂടി തന്നെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ കുറിപ്പ് വന്നിരിക്കുന്നത്. അമ്മയിൽ പ്രവർത്തിച്ച് തനിക്ക് പീഡന പരാതികൾ, അതുപോലെ തന്നെ വിവാദങ്ങൾ, ഇങ്ങനെയുള്ള ഒറ്റൊരു അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അപവാദങ്ങളെല്ലാം തന്നെ സമ്മാനമായി ലഭിച്ചത് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയായിരുന്നു ഇത്തരം കാലം സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായത്. മോഹൻലാൽ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നറിയിച്ചപ്പോൾ തന്നെ പിന്മാറണമെന്നൊരു നിലപാട് താൻ സ്വീകരിച്ചിരുന്നു എന്ന് ബാബുരാജ് പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ താൻ മത്സരരംഗത്ത് ഉണ്ടാവണം, സംഘടനയിൽ ഉണ്ടാകണം, നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത്തരത്തിൽ ഒരു പിന്തുണ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് മത്സരരംഗത്ത് തുടരാൻ തീരുമാനിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിന് പിന്നാലെ ബാബുരാജിനെതിരെ വീണ്ടും വിമർശനങ്ങൾ ഉയർന്നിരുന്നു, പരാതികൾ ഉയർന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ
ബാബുരാജ് പിന്മാറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബാബുരാജ് സംഘടനയിൽ നിന്ന് തന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ അൻസിബ ഹസൻ നിലവിൽ അനൂപ് ചന്ദ്രനെതിരെ ഒരു പരാതി നൽകിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അനൂപ് ചന്ദ്രന്റെ പ്രതികരണവും ഇതിന് പിന്നാലെ വരികയും ചെയ്തിരുന്നു. അതായത് അത്തരത്തിലുള്ള ഒരു പരാമർശം, അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തി എന്നുള്ള ഒരു പരാതിയാണ് അൻസിബ ഹസൻ അനൂപ് ചന്ദ്രനെതിരെ ഉന്നയിച്ചിരുന്നത്. നിലവിൽ ട്രഷറർ സ്ഥാനത്തേക്കാണ് അനൂപ് ചന്ദ്രൻ മത്സരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അപവാദ പ്രചരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. സ്ത്രീവിരുദ്ധ പ്രസ്താവനകളൊന്നും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നിലവിൽ ചില സാമ്പത്തിക ആരോപണങ്ങളും ഈ അമ്മയുടെ സംഘടനയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്നുള്ള വിമർശനങ്ങളും ഒക്കെ തന്നെ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അനൂപ് ചന്ദ്രന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അത് കൃത്യമായി നടത്തി മുമ്പോട്ട് കൊണ്ടുപോകണം, ആ ഒരു നിലപാട്, ഇത് അമ്മയെ എപ്പോഴും ഇത് നല്ല രീതിയിൽ മികച്ച രീതിയിൽ സംഘടന മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ മത്സരരംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് അനൂപ് ചന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ടിനി ടോം അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളും വന്നിരുന്നു. സംഘടനയിൽ ജനാധിപത്യ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ലക്ഷ്മി പ്രിയയുടെ പ്രതികരണം. അമ്മയിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. അൻസിബ ഹസനാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും അതുപോലെ തന്നെ ശ്വേതാ മേനോനും തമ്മിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. മറ്റു വാർത്തയിലേക്ക്.